നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ലോകത്തിലെ ആദ്യ ഉഭയകക്ഷി മിലിറ്ററി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച UAEയും അമേരിക്കയും സൈനിക ആവശ്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ലക്ഷ്യം. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാസ്ക് ഫോഴ്സിൽ 20 അമേരിക്കൻ എമിറാത്തി വിദഗ്ധരും. തൊഴിലാളികളുടെ ഇൻഷുറൻസ് അടയ്ക്കുന്നതിലോ പുതുക്കുന്നതിലോ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി UAE. പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് തടയും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നാളെ ചൈനയിൽ. അതിർത്തി ചർച്ചകൾ മുഖ്യ അജണ്ട. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച. ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബ്രിക്സ് ഉച്ചകോടിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി വേഗത്തിലാക്കാൻ NDA 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തുന്ന തരത്തിൽ പാസാക്കാൻ നീക്കം. ജൻസികളെ ഒപ്പം നിർത്താൻ യുവസംവാദ് ഇന്നോവേഷൻ ചലഞ്ച് പരിപാടികളുമായി BJP. കേന്ദ്ര സർക്കാർ ഉറപ്പുകളെ പാലിക്കാതെ യുവാക്കളെ വഞ്ചിക്കുന്നുവെന്ന് CJP. പുതിയ പ്രതിഷേധം ചർച്ച ചെയ്യാൻ നാളെ യോഗം. പിണറായിയുടെ വാക്കുകൾ കോഴിക്കോട് മുതലക്കുളത്തെ വിശദീകരണ യോഗത്തിലും ആവർത്തിച്ച് CPM. മാസപ്പടിയിലെ ED കേസും പരിശോധനകളും രാഷ്ട്രീയ പ്രേരിതമെന്ന ന്യായീകരണം. പിണറായി അടക്കമുള്ള നേതാക്കളിലേക്ക് നീങ്ങിയാൽ ചെറുക്കുമെന്നും മുന്നറിയിപ്പ്. ഹവാല ആരോപണം കെട്ടുകഥയെന്ന വീണയെ സംരക്ഷിച്ച പരാമർശം. ശ്രീലങ്കയ്ക്കെതിരായി ടെസ്റ്റ് പരമ്പര പിടിക്കാൻ ഇന്ത്യ. ഒന്നാം ദിവസം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യക്ക് 5 വിക്കറ്റിന് 300 റൺസ്. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. ടെസ്റ്റിൽ തുടർച്ചയായ 2ാം സെഞ്ചുറി. ലോകത്തിലെ ആദ്യ ഉഭയകക്ഷി മിലിറ്ററി AI ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച UAEയും അമേരിക്കയും സൈനിക ആവശ്യങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുവാനും ഉപയോഗിക്കുവാനുമാണ് ഫോഴ്സ് രൂപീകരണത്തിന്റെ ലക്ഷ്യം. അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോഴ്സിൽ 20 അമേരിക്കൻ എമിറാത്തി വിദഗ്ധരും ഉണ്ടാകും. ടാലന്റ് സിനാപ്സ് എന്നാണ് UAEയും അമേരിക്കയും ചേർന്ന് രൂപീകരിച്ച ലോകത്തിലെ ആദ്യത്തെ സംയുക്ത സഖ്യത്തിന്റെ പേര്. AI, ഡാറ്റ, സൈബർ സുരക്ഷ എന്നീ മേഖലകളിലെ വിദഗ്ധരായ 20 അമേരിക്കൻ എമിറാത്തി ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകും. ഇന്റലിജൻസ് ശേഖരണത്തിനും വിശകലനത്തിനും AI ഉപയോഗിക്കുക, പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ സൈബർ ആക്രമണങ്ങളിൽ നിന്നും മറ്റു ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുക, മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ AI ഉപയോഗിക്കുക എന്നീ 3 പ്രധാന മേഖലകളിലാകും ടാസ്ക് ഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സൈനിക ആവശ്യങ്ങൾക്കായി അതിവേഗം വികസിക്കുന്ന AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൽ ഈ സംയുക്ത നീക്കം ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു. കഴിഞ്ഞ വർഷം അഡ്മിറൽ ബ്രാഡ് കൂപ്പറും UAEയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഷെയ്ഖ് തനൂൻ ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള ചർച്ചകളിലാണ് സംയുക്ത AI ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനുള്ള ആശയം ഉയർന്നു വന്നത്. AI, സൈബർ സുരക്ഷ, ഇന്റലിജൻസ്, ഡ്രോൺ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ UAE അമേരിക്ക പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാവുന്നതിന്റെ സൂചനയാണ് സൈനിക സഹകരണ കരാർ. ഇതിനു മുമ്പും ഇരു രാജ്യങ്ങളും AIയും ആളില്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള സൈനിക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, അബുദാബി. തൊഴിലാളികളുടെ ഇൻഷുറൻസ് അടയ്ക്കുന്നതിലോ പുതുക്കുന്നതിലോ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയെന്ന് UAE. മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇൻഷുറൻസ് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെയും ഗാർഹിക തൊഴിലാളികളുടെയും ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ തൊഴിലുടമകൾ വരുത്തുന്ന 6 പ്രധാന ലംഘനങ്ങൾ UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നതിനൊപ്പം പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതും നിലവിലുള്ളവ പുതുക്കുന്നതും തടയുന്നതടക്കമുള്ള കടുത്ത ഭരണ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിലാളിയെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുത്താതിരിക്കുകയോ കൃത്യസമയത്ത് പുതുക്കാതിരിക്കുകയോ ചെയ്യുക, ഇൻഷുറൻസ് പരിരക്ഷയുള്ള തൊഴിലാളിയുടെ അത്യാഹിത ചികിത്സാ ചെലവോ മറ്റ് ആരോഗ്യ സേവനങ്ങളുടെ ചെലവോ വഹിക്കാൻ തൊഴിലുടമ വിസമ്മതിക്കുക, ഇൻഷുറൻസ് പോളിസി വരിസംഖ്യയോ പുതുക്കൽ തുകയോ പൂർണ്ണമായോ ഭാഗികമായോ തൊഴിലാളിയുടെ മേൽ ബാധ്യതയാക്കുക, മന്ത്രാലയം അംഗീകരിച്ച കുറഞ്ഞ പരിരക്ഷ പോലുമില്ലാത്ത ഇൻഷുറൻസ് പോളിസികൾ നൽകുക, വർക്ക് പെർമിറ്റ് നിലനിൽക്കെ പോളിസി റദ്ദാക്കുകയും
തൊഴിലാളിയുടെ ഇൻഷുറൻസ് പരിരക്ഷ തടസ്സപ്പെടുത്തുകയും ചെയ്യുക, വർക്ക് പെർമിറ്റിന്റെ 2 വർഷത്തെ പൂർണ്ണ കാലാവധിയിലും ഇൻഷുറൻസ് പരിരക്ഷ മുടക്കമില്ലാതെ ലഭ്യമാക്കാതിരിക്കുക എന്നിവയാണ് നടപടികളിലേക്ക് നയിക്കുക. അമൃത ന്യൂസ്, അബുദാബി. ദുബായിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ ദുബായ് സിലിക്കൺ ഒയാസിസിലെ പാർക്കിംഗ് ഫീസ് സംവിധാനത്തിൽ മാറ്റം. പാർക്കിംഗ് മേഖലയുടെ കോഡും ഫീസ് നിരക്കും മാറി. റോഡ് ടോൾ സംവിധാനമായ സാലിക്കിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന സൗകര്യവും ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. ദുബായ് സിലിക്കൺ ഒയാസിസിൽ ഇനി 2 പാർക്കിംഗ് മേഖലകളാണ് ഉണ്ടാവുക. P107, P112 എന്നിവ. ഇതിൽ P107 സോണിൽ 24 മണിക്കൂറും പാർക്കിംഗ് ഫീ ബാധകമാണ്. P112 സോണിൽ രാവിലെ 8 മുതൽ രാത്രി 10 വരെ 14 മണിക്കൂർ പാർക്കിംഗ് ഫീ ബാധകമാകും. തിരക്കേറിയ സമയത്തിനനുസരിച്ച് പാർക്കിംഗ് നിരക്കിൽ മാറ്റമുണ്ടാകും. 24 മണിക്കൂർ ഫീസ് ബാധകമായ P107 സോണിൽ വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെ മണിക്കൂറിന് 6 ദിർഹം ഫീസ് നൽകണം. മറ്റു സമയങ്ങളിൽ മണിക്കൂറിന് 4 ദിർഹമാണ് നിരക്ക്. P112 സോണിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ രാത്രി 10 വരെയും 4 ദിർഹമാണ് ഫീ. എന്നാൽ വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെ നിരക്ക് 8 ദിർഹമാകും. രാത്രി 10 മണി കഴിഞ്ഞാൽ രാവിലെ 8 വരെ പാർക്കിംഗ് സൗജന്യമാണ്. ഇനി പാർക്കിംഗ് ഫീ അടയ്ക്കാൻ മറന്നാൽ തന്നെ തുക റോഡ് ടോൾ സംവിധാനമായ സാലിക്കിൽ നിന്ന് ഈടാക്കുമെന്ന് പാർക്കോണിക് കമ്പനി അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ഒമാനിലെ ഹൈമയിൽ മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. കൊല്ലം കുണ്ടറ വിളയിൽ വീട്ടിൽ സിറാജുദ്ദീൻ അബ്ദുൽ ഹമീദിന്റെ മകൾ സുലേഹ ഷഹീനാണ് മരിച്ചത്. ഷഹീൻ ഷിയാബാണ് ഭർത്താവ്. ഇന്നലെ നടന്ന അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. UAE-യിൽ നിന്നെത്തിയ മലയാളി കുടുംബങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അബുദാബിയിൽ നിന്ന് സലായിലേക്കുള്ള ദീർഘദൂര യാത്രയ്ക്കിടെയാണ് അപകടം. 2 കുടുംബങ്ങളിൽ നിന്നുള്ള 10 പേർ വാഹനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷന്റെ എയർ ആംബുലൻസ് മാർഗം നിസ്വ ആശുപത്രിയിലേക്ക് മാറ്റി. കുവൈറ്റിൽ പർവാനിയ, ഖൈത്താൻ, റിഗായ് പ്രദേശങ്ങളിൽ നടത്തിയ ശക്തമായ സുരക്ഷാ പരിശോധനയിൽ നിരവധി നിയമലംഘകർ പിടിയിലായി. ക്രിമിനൽ കേസുകളിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്നവർ, സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയവർ, താമസാനുമതി രേഖയുടെ കാലാവധി കഴിഞ്ഞവർ, മതിയായ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവർ എന്നിവരാണ് പിടിയിലായത്. ഇതിനു പുറമെ 407 വിവിധ ഗതാഗത നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും മുൻനിർത്തി രാജ്യവ്യാപകമായി നടത്തുന്ന സുരക്ഷാ പരിശോധനയുടെ തുടർച്ചയായാണ് ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുവൈറ്റിൽ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും രോഗികൾക്കും സന്ദർശകർക്കും സേവന കേന്ദ്രങ്ങളിലേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ദിശാസൂചിക ബോർഡുകൾക്കായി ഏകീകൃത മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. സന്ദർശകരുടെയും സഞ്ചാരം കൂടുതൽ സുഗമമാക്കുക, സേവന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയം കുറയ്ക്കുക എന്നിവയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. പുതിയ മാനദണ്ഡങ്ങൾ ഇപ്രകാരമാണ്. ദിശാസൂചിക ബോർഡുകളിൽ അറബി ഭാഷയ്ക്ക് മുൻഗണന നൽകുകയും വ്യക്തമായ ഇംഗ്ലീഷ് പരിഭാഷ നൽകുകയും വേണം. പൊതുജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഏകീകൃത പേരുകൾ മാത്രം ഉപയോഗിക്കണം. പരിചിതമില്ലാത്ത ചുരുക്കെഴുത്തുകൾ ഒഴിവാക്കണം. പ്രവേശ കവാടങ്ങൾ, റിസപ്ഷൻ, ലിഫ്റ്റുകൾ, പടിക്കെട്ടുകൾ, പ്രധാന വഴിത്തിരിവുകൾ, പാർക്കിംഗ്, എക്സിറ്റുകൾ തുടങ്ങിയ പ്രധാന പോയിന്റുകളിൽ ബോർഡുകൾ സ്ഥാപിക്കണം. നീളമുള്ള ഇടനാഴിയിലും വളവുകൾക്ക് ശേഷവും യാത്രാ ദിശ ഉറപ്പാക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണം. നിലത്താവശ്യമായ സ്ഥലങ്ങളിൽ വർണ്ണങ്ങളിൽ അടയാളങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ അവ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾക്കും അടിയന്തര ഒഴിപ്പിക്കൽ മാർഗങ്ങൾക്കും തടസ്സമാകരുത്. അസ്ത്രചിഹ്നങ്ങൾ, നിറങ്ങൾ എന്നിവ ഏകീകൃത രീതിയിൽ ഉപയോഗിക്കണം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, കാഴ്ചക്കുറവുള്ളവർ എന്നിവരുടെ സൗകര്യം പരിഗണിച്ച് അക്ഷര വലിപ്പം, നിറവ്യത്യാസം, ബോർഡുകളുടെ ഉയരം എന്നിവ ക്രമീകരിക്കണം. പുതിയ സംവിധാനം നടപ്പാക്കുന്നതിലൂടെ കുവൈറ്റിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്കും സന്ദർശകർക്കും ആവശ്യമായ വിഭാഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും മികച്ച സേവന അനുഭവം ഉറപ്പാക്കാനും സാധിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിലെ സ്വദേശി പാർപ്പിട മേഖലയിൽ ബാച്ചിലർമാരായി താമസിക്കുന്ന പുരുഷന്മാരെ കണ്ടെത്തുന്നതിന് രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലും പ്രത്യേക ഫീൽഡ് സംഘങ്ങൾ രൂപീകരിച്ചതായി കുവൈറ്റ് നഗരസഭ. ഇത്തരം കേന്ദ്രങ്ങളിൽ കുടുംബേതരമായി താമസിക്കുന്നവരുടെ സാന്നിധ്യം കണ്ടെത്തുക, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക, പ്രദേശവാസികളുടെ സൗകര്യങ്ങളെയും സാമൂഹിക ഘടനയെയും ബാധിക്കുന്ന നിയമലംഘനങ്ങൾ തടയുക എന്നിവയാണ് സംഘത്തിന്റെ പ്രധാന ചുമതലകൾ. ഇതിനായി ആഭ്യന്തര മന്ത്രാലയം
വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം, മാനവശേഷി പൊതുസമിതി, പരിസ്ഥിതി സംരക്ഷണ സമിതി തുടങ്ങിയ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി ഏകോപനം ശക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സ്വദേശി പാർപ്പിട മേഖലകളിൽ കുടുംബേതര പുരുഷന്മാർക്ക് വീടുകൾ വാടകയ്ക്ക് നൽകുന്ന ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മുൻകാലങ്ങളിൽ എന്ന പോലെ മുന്നറിയിപ്പ് നൽകുന്നതിൽ മാത്രം നടപടികൾ ഒതുങ്ങില്ലെന്നും ആവശ്യമെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കൽ, പിഴ ചുമത്തൽ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് എയർവേസിന്റെ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ബുക്കിംഗുകൾ യാത്രക്കാരുടെ അനുമതിയില്ലാതെ ഇക്കോണമി ക്ലാസ്സിലേക്ക് മാറ്റിയെന്ന പ്രചാരണം തള്ളി വിമാന കമ്പനി അധികൃതർ. സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് കുവൈറ്റ് എയർവേസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും ടിക്കറ്റ് എടുത്ത യാത്രക്കാരുടെ ബുക്കിംഗുകൾ ഏകപക്ഷീയമായി ഡൗൺഗ്രേഡ് ചെയ്തുവെന്ന തരത്തിൽ യാത്രക്കാർക്കിടയിൽ ആശങ്ക ഉയർന്നിരുന്നു. പ്രീമിയം സേവനങ്ങൾക്കായി തുക നൽകിയ ശേഷം ഇക്കോണമി ക്ലാസ്സിലേക്ക് മാറ്റുന്നത് യാത്രക്കാരുടെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന ആരോപണവും ഉയർന്നു. തുടർന്നാണ് സംഭവത്തിൽ വ്യക്തത വരുത്തി കുവൈറ്റ് എയർവേസ് രംഗത്തെത്തിയത്. സൗദി അറേബ്യയിൽ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് വഫ ഹൈപ്പർ മാർക്കറ്റിൽ തുടക്കമായി. കേരളത്തിന്റെ ഓണപ്പെരുമയും നാട്ടുരുചികളും പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിനായി 30 ടൺ ഓണസാധനങ്ങൾ പ്രത്യേക എയർ ഷിപ്മെന്റ് വഴി സൗദിയിൽ എത്തിച്ചിട്ടുണ്ട്. ഓണസദ്യയ്ക്കും ആഘോഷങ്ങൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് വഫ സ്റ്റോറുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കൾക്കായി ഹാഫ് പ്രൈസ് ഓഫറിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ പകുതി വിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവാസി കുടുംബങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരമില്ലാതെ ഓണം ആഘോഷിക്കാൻ കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഈ വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ 1.52 കോടി തീർത്ഥാടകർ മക്കയിലെത്തി ഉംറ നിർവഹിച്ചതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. ആകെ തീർത്ഥാടകരിൽ 57 ലക്ഷം പേർ വിദേശങ്ങളിൽ നിന്നും 94 ലക്ഷം പേർ സൗദിക്കുള്ളിൽ നിന്നുമാണ് എത്തിയത്. വിദേശ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും വിമാനമാർഗമാണ് സൗദിയിലെത്തിയത്. ജനുവരി മാസത്തിലാണ് വിദേശ തീർത്ഥാടകരുടെ ഏറ്റവും ഉയർന്ന തിരക്ക് അനുഭവപ്പെട്ടതെങ്കിൽ ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഫെബ്രുവരിയിലാണ് വൻ വർധനവ് രേഖപ്പെടുത്തിയത്. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി നവാഗത സംഗമം സംഘടിപ്പിച്ചു. ജിദ്ദയിൽ നടന്ന പരിപാടി മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ലോകത്തെ ജെൻസി തലമുറകളുടെ കർമ്മശേഷിയെ സംഘടിത മാർഗത്തിൽ നയിക്കാനുള്ള KMCCയുടെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. താനൂർ MLA PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി VP മുസ്തഫ സ്വാഗതം പറഞ്ഞു. കുഞ്ഞുമോൻ കാക്കിയ, ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, ഡോക്ടർ ഇമ്രാൻ എന്നിവർ ആശംസകൾ നേർന്നു. അന്നം തേടി വന്നവർ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന വിഷയത്തിൽ ഡോക്ടർ അഹമ്മദ് കബീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നാസർ മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നാളെ ചൈനയിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾക്കായാണ് ചൈന സന്ദർശനം. ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള 25ാമത് പ്രത്യേക പ്രതിനിധി ചർച്ചയുടെ ഭാഗമായാണ് ഡോവലിന്റെ സന്ദർശനം. മറ്റന്നാളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായക ചർച്ച. ഇതിനു മുന്നോടിയായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെയാണ് ഇരുവരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 2003-ലാണ് പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചാ സംവിധാനം രൂപീകരിച്ചത്. തർക്കങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉടലെടുക്കുന്ന കടുത്ത സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ചർച്ചകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിൽ സമാധാനവും ശാന്തിയും അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പ്രതികരിച്ചിരുന്നു. ചൈനയുമായുള്ള അതിർത്തി മേഖലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിന് പരമപ്രാധാന്യമുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പുനർനിർമ്മിച്ചു. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മഖസ് സുബാനല്ല എന്ന കെട്ടിട സമുച്ചയമാണ് പാക് സർക്കാരിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ചത്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് പുനർനിർമ്മാണം നടന്നതെന്നാണ് സൂചന.
25 കോടി ഇതിനായി ജെയ്ഷെ മുഹമ്മദിന് കൈമാറിയെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 15 മാസങ്ങൾക്കു ശേഷമാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. 2025 മെയ് 7-നായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. BJP രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ED ഉപയോഗിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CMR ലെക്സാലോജി കേസിൽ ഹവാല ഇടപാടാണ് നടന്നതെന്ന് EDയുടെ സൃഷ്ടിയാണ് എന്നും പിണറായി വിജയനിലേക്ക് കേസ് എത്തിക്കാനുള്ള നീക്കത്തിൽ രാഷ്ട്രീയമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. EDക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച CMR ലെക്സാലോജി കേസിൽ വീണ്ടും പ്രതിരോധം തീർക്കുകയാണ് CPM. ആദ്യം ലക്ഷ്യം തീരുമാനിച്ച പ്രഹസനമായി അന്വേഷണം നടത്തുന്നവരാണ് ED എന്നും പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഇവർ വേട്ടയാടുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഒരു തെളിവും ലഭിക്കാതെ വാർത്താക്കുറിപ്പ് എഴുതി നേതാക്കളെ പുകമുറിക്കുള്ളിൽ നിർത്താനാണ് EDയുടെ നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി മറ്റു പലരെയും ഒപ്പം നിർത്തിയതുപോലെ നിർത്താനാവുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന തെറ്റിദ്ധാരണ EDക്കും വേണ്ട, മാധ്യമങ്ങൾക്കും വേണ്ട. ഞങ്ങൾ ഈ തരത്തിലുള്ള എല്ലാ കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി സംഘടനാ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായ വിവിധ തലങ്ങളിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ EDക്ക് ഒന്നും ലഭിച്ചില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ പ്രതികരിച്ചു. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനകത്ത് ED പറയുന്നത് പോലെയുള്ള ഒരു വിഷയവും കിട്ടിയിട്ടില്ല, കെട്ടിച്ചമച്ചതാണ്. ഈ വിഷയത്തിൽ EDക്ക് ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ട്. ED കേസെടുക്കട്ടെ. മാധ്യമങ്ങളിലൂടെ മാധ്യമ പ്രസ്താവനകൾ നടത്തലല്ല ഒരു അന്വേഷണ ഏജൻസിയുടെ പണി. കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി നേരിടാനാണ് CPMന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. വഖഫ് വിഷയത്തിൽ ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ഒമർ ഫൈസി മുക്കം. CPM വേദിയിൽ വെച്ചാണ് ലീഗിനും സർക്കാരിനുമെതിരെ ഉമർ ഫൈസി പ്രതികരിച്ചത്. RSനൊപ്പം നിന്ന് സർക്കാർ തരം താഴുകയാണെന്ന് ഉമർ ഫൈസി പ്രതികരിച്ചു. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വഖഫ് നിയമവും UDF കീഴടങ്ങലും എന്ന വിഷയത്തിലെ സെമിനാറിലാണ് സംസ്ഥാന നേതാവ് ഉമ്മർ ഫൈസി മുക്കം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. വഖഫ് വിഷയത്തിൽ ഷോൺ ജോർജിനെ പിന്തുണച്ചാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചതെന്നും മതപരമായ നിലപാടുകൾ തകർന്നാലും വേണ്ടില്ല, പക്ഷേ RSS അനുകൂല നിലപാടെടുക്കുമെന്ന വാശിയിലാണ് സർക്കാർ എന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പ്രശംസിക്കാനും അദ്ദേഹം മടിച്ചില്ല. ഷോൺ ജോർജിന്റെ ആ അന്യായം ശരിയാണ്, അതിനോട് കൂടെ ഞങ്ങൾ ഒത്തുചേരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ രണ്ട് അമുസ്ലിങ്ങളെ വെക്കാത്ത വഖഫ് ബോർഡ് ശരിയല്ലെന്നും അത് പിരിച്ചുവിടുകയാണെങ്കിൽ രണ്ട് അമുസ്ലിങ്ങളെ വേണമെങ്കിൽ രണ്ട് RSSകാരെ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പരിഹരിച്ചു കൊള്ളാമെന്ന ഒരു വിഷയമാണ് അവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വകുപ്പാണ്. ആ വകുപ്പ് അടക്കമുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖഫ് വിഷയത്തിൽ UDF കീഴടങ്ങിയെന്ന CPM പ്രചരണത്തിനിടെയാണ് സർക്കാരിനെയും മുസ്ലിം ലീഗിനെയും വെട്ടിലാക്കുന്ന ഉമ്മർ ഫൈസിയുടെ പ്രസ്താവന. ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഉമ്മർ ഫൈസിയുടെ നിലപാടുകൾ ആക്കം കൂട്ടുമെന്ന പ്രതീക്ഷ CPMനുമുണ്ട്. വരും ദിവസങ്ങളിൽ സമസ്തയിലും ഉമ്മർ ഫൈസിയുടെ പ്രസ്താവന പ്രതിസന്ധി സൃഷ്ടിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്നതിന്റെ പേരിൽ സ്പോൺസർ നടത്തിയ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്ത്. സ്പോൺസർ വൻതോതിൽ ധനസമാഹരണം നടത്തിയതായാണ് GST വകുപ്പിന്റെ കണ്ടെത്തൽ. പുറത്തുള്ള 2 സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് സ്പോൺസർ കൈമാറിയതെന്നും GST അന്വേഷണത്തിൽ വ്യക്തമായി. മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്നതിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വലിയ തോതിൽ പുറത്തുനിന്നും ധനസമാഹരണമാണ് നടത്തിയത്. പുറത്തുനിന്നുള്ള 2 സ്ഥാപനങ്ങളിൽ നിന്നും 206 കോടി രൂപ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എത്തി. ഇതിന് വായ്പാ രേഖയോ നികുതി രേഖകളോ ഇല്ല. അക്കൗണ്ടിലെത്തിയ പണം സ്പോൺസർ ഉടൻ തന്നെ കൈമാറ്റം ചെയ്തു. പണം കൈമാറ്റത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും GST റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഫെമ ചട്ടങ്ങളുടെ ലംഘനം അന്വേഷണ വിധേയമാക്കണം. സ്പോൺസറുടെ അക്കൗണ്ട് ഇടനില അക്കൗണ്ടായി പ്രവർത്തിച്ചോ എന്ന സംശയവും GSTക്കുണ്ട്. അക്കൗണ്ട് വിവരങ്ങൾ വിശദമായി ശേഖരിച്ച GST പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പുതിയ ജില്ലയായി മൂവാറ്റുപുഴ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു.
ഡീലിമിറ്റേഷനായി കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി മൂവാറ്റുപുഴയെ പരാമർശിക്കുന്നത്. മൂവാറ്റുപുഴ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൗരവകരമായി പരിശോധിക്കുമെന്നും സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷനെ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപെട്ടു പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയിൽ നിന്ന് എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുന്നുണ്ട്. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക്. നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിൽ മാത്യു കുഴൽനാടൻ MLA ആണ് മൂവാറ്റുപുഴയെ പുതിയ ജില്ലയാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഓണസമ്മാനമായി പുതിയ ജില്ലാ രൂപീകരണം പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം. വികസന കാര്യങ്ങളിൽ എറണാകുളം, കൊച്ചി മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ടുകൾ പോകുന്നതിനാൽ മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ മലയോര മേഖലകൾ പിന്നോക്കം പോകുന്നുവെന്ന പരാതി ഏറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങൾ കൂടാതെ ഇടുക്കിയിലെ തൊടുപുഴ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകൾ ചേർത്താണ് പുതിയ ജില്ല എന്ന ആവശ്യം നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ സാധ്യത പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ മൂവാറ്റുപുഴയുടെ കാര്യം മാത്രമേ നിലവിൽ മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടുള്ളൂ. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് റെയിൽവേ വിഭജന നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി UDF MPമാർ. തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ MPമാർ ഉപവാസ സമരം നടത്തും. വിഷയത്തിൽ കേരളത്തിലെ BJP നിലപാട് വ്യക്തമാക്കണമെന്ന് MPമാരായ ET മുഹമ്മദ് ബഷീറും MK രാഘവനും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 1 മുതലാണ് മംഗളൂരു പ്രദേശം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. സദേൺ റെയിൽവേക്ക് കീഴിൽ നിലവിലുള്ള ആകെ 6 ഡിവിഷനുകളിൽ ഏറ്റവും ചെറിയ ഡിവിഷനായ പാലക്കാടിനെയാണ് റെയിൽവേ വിഭജിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ കേന്ദ്ര സഹമന്ത്രി സോമണ്ണ എന്ന ആരോപണമാണ് MPമാരായ MK രാഘവനും ET മുഹമ്മദ് ബഷീറും ഉന്നയിച്ചത്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? വിഭജന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിലെ MPമാരുടെ ഉപവാസ സമരത്തിന് പിന്നാലെ തുടർ സമരങ്ങളും ഉണ്ടാകും. കേരളത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ BJP CPM MPമാരുടെ സഹകരണം തേടുമെന്നും MK രാഘവൻ വ്യക്തമാക്കി. ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. ആരുമായി ഞാൻ പറഞ്ഞില്ലേ, BJP പോലും വന്നാൽ ഞാൻ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാടിന്റെ പൊതുവായ വിഷയമാണ്. വിഷയത്തിൽ നിഗൂഢതയുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്, മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. 1956 പാർലമെന്റിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനായി രൂപീകരിച്ച പാലക്കാട് ഡിവിഷൻ 2007 കോയമ്പത്തൂർ പ്രദേശം നഷ്ടപ്പെട്ടതിന് ശേഷം നേരിടുന്ന രണ്ടാമത്തെ വലിയ വെട്ടിമുറിക്കലാണിത്. അമൃത ന്യൂസ്, കോഴിക്കോട്. യുവാക്കളെ കൂടെ നിർത്താനും സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾക്ക് കൂടുതൽ പ്രചാരണം നൽകുവാനും പുതിയ ഭാരവാഹികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. വന്ദേമാതരം വിഷയത്തിൽ രാജ്യവ്യാപക പ്രചാരണ പരിപാടി നടത്തും. ഭരണാധികാരിയായി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP 1 മാസം നീളുന്ന പ്രചാരണ പരിപാടി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ താഴെത്തട്ടിൽ സംഘടന ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് BJP നേതൃയോഗത്തിൽ ഉണ്ടായത്.
വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവാക്കളെ കൂടെ നിർത്താനുള്ള കാര്യപരിപാടികൾ തീരുമാനിച്ചു. പുതുതലമുറയെ ചേർത്ത് നിർത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനസേവ വികസന പദ്ധതികളുടെ പ്രചാരണം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഭാരവാഹികളോട് നിർദ്ദേശിച്ചു. വന്ദേമാതരം 2 ചരണം മാത്രം പാടിയാൽ മതിയെന്ന കോൺഗ്രസിന്റെ നിലപാട് തുറന്നുകാട്ടി രാജ്യവ്യാപക പ്രചാരണ പരിപാടി നടത്തും. വന്ദേമാതരത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ഒപ്പം കോൺഗ്രസ് വന്ദേമാതരം വെട്ടിച്ചുരുക്കാനുള്ള കാരണവും വിശദീകരിക്കാനാണ് നിർദ്ദേശം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനും നിർദ്ദേശം നൽകി. വന്ദേമാതരം ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രമായി ചുരുക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തെ അപലപിച്ച് BJP പ്രമേയം പാസാക്കിയിരുന്നു. ഭരണാധികാരിയായി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന പ്രചാരണ പരിപാടികൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. യുവാക്കളുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് വീണ്ടും സമരത്തിനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. സമര നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നാളെ അടിയന്തര വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരും. യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. സമരം പിൻവലിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ യുവാക്കളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്ന് CJP പറഞ്ഞു. അമ്മയുടെ പ്രഥമ ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്കിലും ഊഷ്മളമായ സ്വീകരണം. അമ്മയുടെ സന്ദേശവുമായി 1 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇതോടെ ഭക്തിനിർഭരമായ പരിസമാപ്തിയായി. 1 മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ അവസാന പരിപാടിയായിട്ടാണ് സ്വാമിജി വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്കിലും എത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് സ്വാമിജിക്കായി ഒരുക്കിയത്. തുടർന്ന് സ്വാമിജിയുടെ സത്സംഗവും ഭജനയും ധ്യാനവും നടന്നു. തപസ് മീൻസ് ഹീറ്റ്. Whenever you desire something, when that desire becomes intense, when it becomes a longing, an unquenchable thirst, then it is cosmic. माता रानी ने खबर साई मेरी हर गल पूरी होंदी आई. माता रानी ने गीत सुनवाई मेरी हर गल पूरी होंदी आई. എല്ലാവർക്കും സ്വാമിജി പ്രസാദം വിതരണം ചെയ്തു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി സ്വാമിജിയുടെ 1 മാസത്തെ പര്യടനത്തിന് ഇതോടെ ഭക്തിനിർഭരമായ പരിസമാപ്തിയായി. Feel the vibrations of this mantra Om in each and every cell of your body. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിലും ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. 168 പന്തിൽ നിന്നാണ് സെഞ്ചുറി നേട്ടം. ഗാലെ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി നേടിയിരുന്നു. 4ാം ടെസ്റ്റ് കളിക്കുന്ന ദേവദത്തിന്റെ 2ാം സെഞ്ചുറിയാണിത്. 117 റൺസ് എടുത്ത പടിക്കൽ പുറത്തായി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഡെയിലി ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.